ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്നത്തെ പോലെ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളെ മുന്നിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനത് മസാല ആക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഓർത്തത്, എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും അവിടെ ഉണ്ടല്ലോ, അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം, അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടുന്നെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരല്പം നാരങ്ങ ജ്യൂസ്, മുളക് പൊടി, ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് ബിരിയാണിക്കാണ്. ബാക്കിയുള്ളതെല്ലാം മസാല ആക്കിയിട്ട് അപ്പോഴാണ് ചേർക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഒന്ന് മസാല ആക്കി വെക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ വിട്ടുപോയി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് മസാല ആക്കിയതാണ്, കണ്ടല്ലോ നിങ്ങൾ. എൻ്റെ കൈ വരെ ഞാൻ ഇത് എടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ മസാല ആക്കി വെക്കണം നിങ്ങൾ. വെച്ചിട്ട് നമുക്ക് അടുത്തത് പിന്നെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് പോവാം. ഇതിവിടെ ഇരുന്ന് റെസ്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കിയിട്ട് വന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പോവാം നമുക്ക് മസാല ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക്. കണ്ടല്ലോ, ഇവിടെ ക്ലാരിറ്റി കുറവ് നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്നത്തെ പോലെ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളെ മുന്നിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനത് മസാല ആക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഓർത്തത്, എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും അവിടെ ഉണ്ടല്ലോ, അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം, അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടുന്നെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരല്പം നാരങ്ങ ജ്യൂസ്, മുളക് പൊടി, ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് ബിരിയാണിക്കാണ്. ബാക്കിയുള്ളതെല്ലാം മസാല ആക്കിയിട്ട് അപ്പോഴാണ് ചേർക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഒന്ന് മസാല ആക്കി വെക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ വിട്ടുപോയി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് മസാല ആക്കിയതാണ്, കണ്ടല്ലോ നിങ്ങൾ. എൻ്റെ കൈ വരെ ഞാൻ ഇത് എടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ മസാല ആക്കി വെക്കണം നിങ്ങൾ. വെച്ചിട്ട് നമുക്ക് അടുത്തത് പിന്നെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് പോവാം. ഇതിവിടെ ഇരുന്ന് റെസ്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റി ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുക. ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്ത്, ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, സവാള ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തക്കാളി ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈര് വേണം, നാരങ്ങ ജ്യൂസ് വേണം, പിന്നെ നെയ്യ് വേണം, അതുപോലെ തന്നെ കുക്കിംഗ് ഓയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണം. നമുക്ക് ഇത് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഈ ചെമ്പിനകത്തോട്ട് നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. ബിസ്മില്ല. ചെമ്പൊന്ന് ചൂടായി കിട്ടിയതിന് ശേഷം ചെമ്പിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുത്ത് കടു പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയുടെ മസാലയാണ്.
കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കൂട്ടത്തിൽ തന്നെ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇടാവൂ. ചിക്കനിനകത്ത് ഉപ്പുണ്ട്, പിന്നെ മാഗി ക്യൂബ് ഇടുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടേ ഇടാവൂ. ഒരല്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഒരു മാഗി ക്യൂബ് 2 പീസുണ്ട്, അത് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ മസാല? ഇനി നമുക്ക് അതിനകത്തോട്ട് മസാലയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാക്കറ്റിൻ്റെ ബിരിയാണി മസാലയാണ് ചിക്കൻ ബിരിയാണി മസാല. കണ്ടല്ലോ, ഇതാണ് ചിക്കൻ ബിരിയാണി മസാല. അതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബിരിയാണി മസാലയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ മസാലയ്ക്കകത്തോട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ മസാലകളും നാരങ്ങ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാൻ. എനിക്കിവിടെ ഒരു നാരങ്ങയുടെ ജ്യൂസ് ആവശ്യമുണ്ട് ഈ മസാലയ്ക്ക്. കണ്ടല്ലോ, മസാല ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. അടുത്ത അതിനകത്തോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഒരു സാധനം കൂടെ ഉണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന അളവിന് ഞാൻ ഇതുപോലെ ഒരു നല്ല വലിയ സ്പൂണിന് 1 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൈരാണ്, നല്ല ഉടച്ച തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. കണ്ടല്ലോ, നിങ്ങൾ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ ആയതുകൊണ്ട് പെരുംജീരകം പൊടിച്ചതാണ്. പെരുംജീരകം ഇടുമ്പോൾ നല്ല ഒരു മണം വരും. അപ്പോൾ പെരുംജീരകമാണ് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന. കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലത്തെ 1 ടീസ്പൂണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. വലിയ ടീസ്പൂണിൻ്റെ കണക്കിനാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇതിവിടെ മസാല ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടു നോക്കി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ആക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. മസാല ഞാൻ ഇവിടെ തീ ഓഫാക്കാൻ പോവുകയാണ്. മസാല തയ്യാറായി കഴിഞ്ഞു. ബിരിയാണിയുടെ ചിക്കൻ ഫ്രൈ ആക്കാൻ നമുക്ക് പോകാം. ബിരിയാണിയുടെ ചിക്കൻ ഫ്രൈ ആക്കാൻ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എണ്ണ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിനകത്തോട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം.
അതിൻ്റെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ പറക്കി ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. കുറേശ്ശെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ചെമ്പിനകത്തോട്ട് വെള്ളം വെച്ച് നല്ലപോലെ തിളച്ച് കിടക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ചെമ്പിനകത്തോട്ട് 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാൻ കുതിർത്തി വെച്ചേക്കാണ്. ആ വെള്ളത്തിനകത്തോട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ റൈസ് ഞാൻ ഇതുപോലെ 2 മണിക്കൂർ കൂടുതലും ഞാൻ ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി ഞാൻ ഒരു മുറിയല്ല ഒരു നാരങ്ങ എടുത്ത് ഇതുപോലെ സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ബൈ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ വെള്ളത്തിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വെള്ളത്തിന് നിങ്ങൾ അരിക്കനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഭയങ്കര ആവിയായതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. വെള്ളം തിളച്ചിടക്കണം. ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ 2 കപ്പ് അരി ഉള്ളതുകൊണ്ട് ഞാൻ 4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണം. ചോറൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെള്ളത്തിലിടേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് അരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. വെള്ളം കുറച്ച് കൂടുതലാണ്. അത് നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് കോരാം. കണ്ട എൻ്റെ ചെമ്പ് ഇങ്ങനത്തെ ചെമ്പാണ്. ഡബിൾ സ്റ്റീം ചെയ്യുന്ന ചെമ്പാണ്. അപ്പോൾ ഈ അരി ഇങ്ങനെ നല്ലതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് ഊറ്റേണ്ട കാര്യമില്ല. നമുക്കതിങ്ങ് പൊക്കി ഇങ്ങെടുത്താൽ മതി. ആ അരിപ്പം ഇങ്ങനെ പൊക്കി ഇങ്ങെടുത്ത് കൊടുത്താൽ മതി. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു 80% കുക്കേ റൈസ് ആവാവൂ. അതിൽ കൂടുതൽ റൈസ് കുക്കാവരുത്. അപ്പോൾ നമ്മളെ ബിരിയാണി സോഫ്റ്റായി പോയാൽ കൊള്ളൂല കഴിക്കാൻ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ 80% കുക്കേ അരിക്കാവാവൂ. 20% കുക്കിങ് റൈസ് സ്റ്റീമിലിട്ട് വേണം ചെയ്യാൻ. എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടിയുള്ളത്. കണ്ടല്ലോ, നമ്മളെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ട മസാല ഇത് നമുക്ക് കോരിയിട്ട് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ ഇനി കുറച്ചുകൂടി ഉണ്ട് ബാക്കി ഫ്രൈ ആക്കി എടുക്കാൻ. ഇത് ഇതിനകത്തോട്ട് കോരി നേരെ മസാലയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ബിരിയാണി റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെന്ത് വരാറായതാ. കണ്ടല്ലോ, ഒരുപാട് വേവാവരുത് ബിരിയാണിയുടെ റൈസ്. അപ്പം പിന്നെ നമുക്ക് കൊള്ളാതെ വരും. അടുത്തത് ബിരിയാണിയുടെ കോരാറാവുന്ന സമയത്ത് ഫ്രോസൻ്റെതാണ് ഇത്. കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ് എല്ലാം കൂടെ എടുത്തതാണ്. കുറച്ച് മതി. അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം കൂടെ ഒരു കളർഫുള്ളായിട്ട് കിട്ടും. കണ്ടോ, നല്ലതായിട്ട് വെന്ത് റൈസ് 80% കുക്കായിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലോട്ട് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. കോരി മാറ്റാൻ ഞാൻ ഒരു സ്റ്റീമറിലോട്ട് കോരി മാറ്റി കൊടുക്കുകയാണ്.
ഇതാ നോക്കിയാൽ ബിരിയാണിയുടെ ചിക്കൻ എല്ലാം ഇതുപോലെ അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി അത് വീണ്ടും മസാലയിലോട്ട് തന്നെ ആഡ് ചെയ്യാം. നല്ല മസാല ഇരിക്കുന്ന അതിലോട്ട് കോരി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ഒന്ന് ഓപ്പണാക്കി നോക്കാം. ബിസ്മില്ല. വാ, കണ്ടല്ലോ നമ്മൾ, കണ്ടോ, പൊളി പോപ്പിളാക്കി. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറിഞ്ഞ് മാറ്റണം. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ബിരിയാണി ഇടുമ്പം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാത്രം ഈ കളറുള്ള ഇനി കോരി മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മറിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോക്ക്, ഞാൻ ബിസ്മില്ല, ഞാൻ ഇതിലോട്ട് മറിച്ചിടേന്ന്. കണ്ടോ, ഇതാ നോക്കി നിങ്ങൾ ബിരിയാണി നോക്കിപ്പോളി. കണ്ടല്ലോ ബിരിയാണി, കണ്ടോക്കി എല്ലാം ഞാൻ പാത്രത്തിലോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട്. യാ മോനെ, ഒരു രക്ഷയില്ലടാ. മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ, അത്ര മണമാണ്. വൗ, ഇതിൻ്റെ അപ്പുറം എന്താ നിങ്ങൾക്കൊരു ബിരിയാണി വേണ്ടത്? കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്താ ഒരു ബിരിയാണി ഞാൻ കാണിച്ചു തരേണ്ടത്? ബിരിയാണി ഞാൻ പാത്രത്തിൽ അതുപോലെ തട്ടിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച ചോറാണത്. അത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ നമ്മൾ, ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് മുട്ടയാണ്, പുഴുങ്ങിയ മുട്ടയാണ്. ഇതാ അവിച്ച മുട്ട അവിടെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പറയാൻ പറ്റില്ല, അത്രയും സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി അടുത്തത് ഇതിൻ്റെ അവിടെ ഒരേ പച്ചമുളക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരേ പീസ് നാരങ്ങ അവിടെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇന്നുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.